ഈ നമ്മൾ ചില സ്റ്റേജുകളിൽ പോകുമ്പോഴേ നീ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം അന്യം ചെയ്തപ്പം എല്ലാവരും എണ്ണിച്ച് പേടിച്ച് പോയപ്പോൾ മൈൻഡ് ഔട്ടായി. അങ്ങനെ ഏതെങ്കിലും വലിയ സ്റ്റേജിൽ, അതായത് വലിയൊരു സ്റ്റേജിൽ പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? വലിയ സ്റ്റേജിൽ പോകുമ്പോൾ സ്പോട്ട് ഡബിങ് ഡയലോഗ് മറന്നു പോയിട്ടുണ്ട്. മറന്നു പോകുമ്പോൾ അതിനകത്ത് നമ്മൾ കയ്യിൽ നിന്നൊക്കെ ഇട്ട് വിജയ് സാർ തന്നെ ഡയലോഗ് മറന്നു പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കയ്യിൽ നിന്നൊക്കെ ഇട്ട് അപ്പം മാച്ചിങ് ആവത്തില്ലല്ലോ. അങ്ങനെ അങ്ങനെ ആക്കിയെടുക്കും. അങ്ങനെ ഏതെങ്കിലും വേദിയിൽ ഒരു പ്രത്യേകം മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു വേദി ഉണ്ടോ? അത് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ഫെസ്റ്റിനായിരുന്നു, നെയ്യാറ്റിങ്കര. അപ്പോഴത്തേക്ക് ഞാൻ സ്പോട്ട് ഡബിങ് എന്തോ ഒരു ടെൻഷനിലൊക്കെ നിന്നേ. അപ്പോഴത്തേക്ക് ഡയലോഗ് ചെയ്യുമ്പോഴേക്ക് ഡയലോഗ് മറന്നുപോയി. അപ്പോൾ ലിപ്പ് കറക്റ്റ് കിട്ടുന്നില്ല. ഞാനപ്പോൾ കൈ നിട്ടൊരു ഡയലോഗ് പറഞ്ഞു. ഞാൻ വിചാരിച്ചെല്ലാം കൈ നിന്ന്. അത് ഏത് സിനിമയുടെ ആയിരുന്നു? നമ്മുടെ തുപ്പാക്കിയിലെ ഒരു ഹിന്ദി ഡയലോഗായിരുന്നു. ഒന്ന് പറയാമോ? പറയാം. അപ്പോൾ തുപ്പാക്കിയിലെ വിജയ് സാറിൻ്റെ ഒരു ഹിന്ദി ഡയലോഗ്, லாக் ரிலீஸ் பண்ணிட்டாட்டி सुनो तुम्हारा मालिक ने मुझे हाथ बांध के मारा, खोलने के बोलता सोच रहा है तूने मेरा तेरे साथ इतना लगे फिर भी तो डर रहे ना அந்த பயம் இருக்கணும்டா. என் கையோட இத்தனை பேர் துணைக்கு இருக்கும்போது லாக் ரிலீஸ் பண்ணிட்டு அடிக்க பயப்படல. அந்த பயம் எனக்கு പിടിച്ചിരിക്കെ. അടിപൊളിയടാ, സൂപ്പർ. ഇത് പറയാൻ കാരണം എന്താ അറിയാമോ? ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് പറയുന്ന ചില കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ തരങ്ങളുണ്ട്. അതിൽ ഇഷ്ടം കാരണം ചെയ്യുന്നത്. അതിനെനിക്ക് തോന്നുന്നു, എനിക്ക് ഏറ്റവും കൂടുതൽ നിനക്ക് ഇഷ്ടം വിജയ് സാർ തന്നെയല്ലേ? അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് പുള്ളിയുടെ വോയിസ് ഒക്കെ പഠിച്ചത്. അതിനുശേഷമാണ് മറ്റുള്ള സ്റ്റാർസിന്റെ വോയിസ് ഒക്കെ ട്രൈ ചെയ്തത്. കാര്യം ഒരാളെ മാത്രം ചെയ്തോ നമുക്ക് സ്റ്റേജിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, പാടായിരിക്കും. ചോദിച്ചിട്ടുണ്ട് വിജയുടെ വോയിസ് മാത്രമേ ചെയ്യത്തുള്ളൂ, ചോദിച്ചിട്ടുണ്ട്. ഈ എങ്കിലും നമ്മൾ നേരിട്ട് വിജയ് സാറിനെ കാണുമ്പോഴേ അതൊരു ക്യൂരിയോസിറ്റി കേൾക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എവിടെ, വീട്ടിലാണോ സ്റ്റുഡിയോയിൽ എവിടെ പോയി കണ്ടത് അദ്ദേഹത്തെ? ഇല്ല, ഞാനൊരു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് മറ്റൊരു പ്രോഗ്രാമിന് പോകുന്നൊരു വഴിക്കാണ്. അപ്പോഴത്തേക്ക് ഇതുപോലെ അതിന് മുമ്പ് മെർസൽ ഓഡിയോ ലോഞ്ചിന് ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്, സൺ ടിവിയുടെ. നമ്മുടെ ജയറാമേട്ടനൊക്കെ വന്ന എപ്പിസോഡ് വൈറലായ ഒരു ടൈമിൽ. അതെവിടെ വെച്ചായിരുന്നു? അത് ചെന്നൈയിൽ വെച്ചായിരുന്നു. പക്ഷേ നമുക്ക് സൺ ടി വിയാണ് സ്പോൺസർ എല്ലാം ചെയ്ത്. പക്ഷെ തലേന്ന് റിഹേഴ്സലെല്ലാം ചെയ്ത്. പക്ഷെ പിറ്റേന്ന് നമ്മുടെ ഒരു ചാൻസ് വന്നപ്പോഴത്തേക്ക് ടൈം കിട്ടിയില്ല, കയറാൻ പറ്റിയില്ല. അന്ന് ഭയങ്കര അവിടെ ഉണ്ടായിരുന്നു സൺ ടിവിയുടെ മെർസൽ ഓഡിയോ. ദൂരെന്ന് കണ്ടോ അദ്ദേഹത്തെ? തലേന്ന് ആറ്റിലെ കണ്ട് സംസാരിച്ചു. അപ്പം നമ്മുടെ ഞാനിപ്പോൾ അടുത്തൊരു ഐറ്റം കയറാൻ നിൽക്കുകയാണെങ്കിൽ വിജയ് സാറിന്റെ മുന്നിൽ ചെയ്യാൻ ഒരു ചാൻസ് ആയിരുന്നു സ്പോട്ട് ഡബിങ്. പക്ഷെ സമയം കിട്ടാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അവിടെ അത് ഡ്രോപ്പായി. അതിനുശേഷം എന്നിട്ട് ഞാൻ കരുതി കുറച്ചുകൂടെ കഴിഞ്ഞ് ചിലപ്പോൾ വിളിക്കുമായിരിക്കും. എന്നിട്ടും വിളിക്കുന്നില്ല. പുള്ളി നമ്മുടെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് പോയി. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. അവിടെ നിന്നെല്ലാം മാറി കരഞ്ഞു. അതന്നെ, അവിടെ നിന്ന് കരയാൻ പറ്റത്തില്ലല്ലോ, കാളെ പോലെ കരഞ്ഞു മാറി. അവിടെ മാറി ഒറ്റയ്ക്ക് പോയി. അപ്പൊ ഈ ആ മനസ്സിലായി ദേഷ്യമൊക്കെ ഉണ്ടായി കാണത്തില്ലേ? ദേഷ്യമല്ല, എന്തോ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കരഞ്ഞ ആരെങ്കിലും കണ്ടോ? നമ്മുടെ കോർഡിനേറ്റർ ഉണ്ട് സൺ ടിവിയുടെ. അപ്പൊ അതിന് പകരം പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അടുത്ത വട്ടം എന്തായാലും വിളിക്കാം. പുള്ളി തന്നെ പറഞ്ഞു. അങ്ങനെ ഒരു അന്നാണ് നമ്മുടെ വിജയ് സാറിന്റെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നത്, രവിരാജ എന്ന് പറയുന്നത്. അപ്പൊ പുള്ളി അന്ന് വന്ന് പരിചയപ്പെട്ട്. അപ്പൊ പുള്ളിയും ഇതുപോലെ കണ്ടു, നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നുള്ളൊരു കാര്യം പുള്ളിയും അറിഞ്ഞായിരുന്നു. അപ്പൊ അതിനുശേഷം ഒരു ചാൻസ് വന്നു പുള്ളിയായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ട്. അത് ആരാണ് അറേഞ്ച് ചെയ്ത് തന്നത്? ഈ രവിരാജ സാറും പുള്ളിയുടെ മകനും പിന്നെ വിജയ് ഫാൻസും അവിടുത്തെ. ആരുടെ മകൻ? ഈ രവിരാജ എന്ന് പറഞ്ഞ സാർ. അതെ. അങ്ങനെ അന്ന് നമുക്ക് പിറ്റേന്ന് പോയാലേ വിജയ് സാറിനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും ട്രെയിനിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞപ്പോൾ പുള്ളി ഫ്ലൈറ്റിന് ടിക്കറ്റൊക്കെ സ്പോൺസർ. പേര് ആന്റണി. പുള്ളിയും ഈ ഫാനാണോ? പുള്ളി കട്ട ഫാനാണ്. പക്ഷെ പറഞ്ഞപ്പോൾ ടിക്കറ്റ് എടുത്തു. പ്രോഗ്രാം കണ്ട് ഫ്രണ്ട് ആയതാ പുള്ളി. പുള്ളി വിജയ് ഫാൻ ആയതുകൊണ്ട് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആയത്. അങ്ങനെ പോയി. അപ്പം അങ്ങനെ പിറ്റേന്ന് വിജയ് സാർ വന്ന്. എവിടെ വെച്ചാണ്ടേ? ചെന്നൈയിൽ BMA ഓഫീസ്, വിജയ് മക്കളേക്ക് എന്ന് പറഞ്ഞൊരു ഓഫീസിലാണ്. അവിടെ പോയി കണ്ട് പുള്ളിയായിട്ട് സംസാരിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റി. പുള്ളിയുടെ വോയിസ് മുന്നിൽ വെച്ച് ചെയ്തോ? വോയിസ് ചെയ്തില്ല, നമ്മുടെ ആ വീഡിയോ എല്ലാം പുള്ളിയെ കാണിച്ചു. ഒരു 5 മിനിറ്റോളം എനിക്ക് സംസാരിക്കാൻ പറ്റും. എന്തൊക്കെ സംസാരിച്ചു എന്തായാലും ഒന്ന് അറിയാനുള്ളൊരു ആഗ്രഹം. കാര്യം വിജയ് സാറിന് അത്ര അടുത്ത് കണ്ടാണ്. ഷോക്കായിട്ട് നിൽക്കും, എന്താ പറയണമെന്ന് അറിഞ്ഞൂടാ. എന്തൊക്കെ പ്ലാൻ ചെയ്തു, ഒരു വോയിസ് ഒക്കെ അനുകരിക്കണം അങ്ങനെ പറഞ്ഞൊക്കെ വന്നെങ്കിൽ പുള്ളിയെ കണ്ടപ്പോഴത്തേക്ക് എല്ലാം കയ്യിൽ നിന്ന് മറന്നുപോയി, ആകെ ബ്ലാങ്ക് ആയി. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് വെച്ചു നമ്മുടെ വീഡിയോ കണ്ടിട്ട്, നീങ്ങളാ നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് നല്ല ഇരിക്കേ ഉങ്ക പേര് തന്നെ അങ്ങനെയൊക്കെ സംസാരിച്ചു. പിന്നെ നമ്മുടെ പ്രോഗ്രാമിന്റെ കാര്യമൊക്കെ ഷെയർ ചെയ്തു. പുള്ളി ഭയങ്കര സൈലന്റാ.
ഇപ്പം സൈലൻ്റായി ഇരുന്ന ഒരാൾ അതെ ഇന്നലെ വേദിയിൽ വയലൻ്റായി കാണുന്നുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. കണ്ടായിരുന്നു, ആ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുകയാണ് വിജയ് സാറ്. അതെ അതെ അപ്പോൾ സിനിമയിലേക്ക് ഇനി ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതെ അത് രാഷ്ട്രീയമാണ്, ജയവും തോൽവിയൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. അതൊക്കെ അപ്പം അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം തോൽക്കുകയാണെങ്കിൽ വീണ്ടും സിനിമയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തോൽക്കരുത്, ജയിക്കണം. തോക്കത്തില്ലെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. തോക്കില്ല, പക്ഷെ ഞാനകത്ത് പറഞ്ഞിരിക്കുന്നത് ജയിച്ചാലും അദ്ദേഹം ഇടയ്ക്ക് സമയമുള്ളപ്പോൾ സിനിമയിൽ അഭിനയിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തോക്കരുതെന്നാണ് എൻ്റെയും പ്രാർത്ഥന, അദ്ദേഹം ജയിക്കണം. എന്തായാലും പടത്തിലേക്ക് തിരിച്ചു വരണം തന്നെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനെ പോയപ്പം എന്തെങ്കിലും ഒരു വിഷമം പോലെ ഫീൽ ചെയ്തു? ഉണ്ട് എല്ലാവർക്കും വിജയ് അല്ല, ഞാൻ എബിനോടാണ് ചോദിക്കുന്നത്, ബാക്കിയുള്ള കാര്യമല്ല. കാര്യം ഇത്രയും ഹാർഡ് ട്രൂ ആയിട്ടുള്ളൊരു ഫാനാണ്. അതെ അതെ അപ്പോൾ അന്നേരം അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഒരു വിഷമമായി തീർച്ചയായും. നമ്മൾ എല്ലാ പടം ഇറങ്ങുമ്പോഴത്തേക്കും ഫാൻ ഷോ തന്നെ കാണാൻ പോകാറുണ്ട്. അപ്പോൾ പുതിയ പടം ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും കഥ ആണെങ്കിൽ ഞാൻ ആ ഒരു സിനിമയിൽ നമുക്ക് എന്ത് പഠിക്കാം, ഡയലോഗ് നോക്കാം, ചില വേരിയേഷൻസ് ഒക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ പറ്റത്തില്ലെന്ന് നമുക്ക് ഫാൻ ഷോ കാണാൻ പറ്റത്തില്ലെന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്ക്. എബിനൊരു ഫാൻസ് ഉണ്ടോ? എന്തോ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടോ എബിന്? എനിക്കോ? അതായത് വിജയ് സാറിനെ ആരാധിക്കുന്ന കുറേ ആൾക്കാർ എബിന് വേണ്ടി ഒരു പേജ് തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല പേജൊന്നും തുടങ്ങിയിട്ടില്ല. അവരൊക്കെ നമുക്ക് നല്ല സപ്പോർട്ട് തരാറുണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് തരാറുണ്ട്, നല്ല അഭിപ്രായങ്ങളൊക്കെ തരാറുണ്ട്. എബിന് കുറേ നാൾ ഇങ്ങനെ സ്റ്റേജിലൊന്നും കാണാറില്ല. വിളിക്കാത്തതുകൊണ്ടാണോ, പ്രോഗ്രാം ഇല്ലാത്തതുകൊണ്ടാണോ, അത് പോവാത്തതാണോ, എന്താണ്? ഇല്ല, പോകാറുണ്ട്. ചാനലിൽ ഇപ്പം കുറേ നാളായി പോയിട്ട് വർക്കും കുറച്ച് ഇതൊക്കെ ആയിട്ട് ഒക്കെയാണ്. ഇപ്പം ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്. കഴിഞ്ഞ വർഷം ടീം ഓഫ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ സമിതിയിലായിരുന്നു. ഇപ്പം സരികയില ചെയ്യുന്നത്. അപ്പം ഇത് മാത്രമല്ല ചെയ്യുന്നത്, സഞ്ജു സാംസൺ ചെയ്യും, അതുപോലെ തന്നെ ഇന്ദ്രൻ ചേട്ടൻ ചെയ്യും, പിന്നെ ആരായിരുന്നു, വിനായകൻ ചേട്ടൻ ചെയ്യും. ഇതിനകത്ത് 3 പേരും ചെയ്യണം. പക്ഷെ സഞ്ജു സാംസൺ ചെയ്യുന്നത് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, സജു പാർത്ഥസാരഥി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഒന്ന് വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്തിട്ട് ബാക്കി ചെയ്യാം നമുക്ക്, ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ കണക്ട് ചെയ്യും. അദ്ദേഹം ക്രിക്കറ്റിനെ കൂടുതൽ ആരാധിക്കുന്ന ഒരാളാണ്, ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ, ഭയങ്കര ഇഷ്ടമാണ്. പാർത്ഥസാരഥി നമ്മൾ വിളിക്കുന്നില്ല, കാര്യം എന്ന് വെച്ചാൽ പുള്ളി തന്നെ അഡ്വൈസ് കൊടുത്തതാണെന്ന് പറഞ്ഞു. അപ്പം വേറെ 2 സുഹൃത്തുണ്ട്, ശരത്ത്, അവൻ ക്രിക്കറ്റ് പ്രേമിയാണ്, അവനെ വിളിച്ചു പോകും. ശരത്തെ, ഹലോ. മണ്ടത്തരം ഒന്നും പറയല്ലേ, നോർമലായിട്ട് സംസാരിക്കണം. ഞാൻ സഞ്ജുവിൻ്റെ കൊടുക്കുവോ? എന്നെ നാട്ടല്ലേ, ഞാൻ അവൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ട് ഇൻ്റർവ്യൂ എടുക്കുന്നത്, പറയുന്നത് കേൾക്കാതെ. ക്യാമറ ഓൺ ആക്കാൻ പോകുന്നേ ഉള്ളൂ. ആളെ മണ്ടത്തരം പറയല്ലേ കേട്ടോ. ക്യാമറ ചേട്ടാ, ക്യാമറ ഓണാക്കാവോ? എടാ, ക്യാമറ ഓണാക്കാം, മിണ്ടല്ലേ. ചോദിക്കുന്നതിന് നൈസായിട്ട് മറുപടി പറയാം, എങ്ങനെയാണെന്നുള്ള സംസാരിക്കാം കേട്ടോ. ഓക്കെ, എല്ലാം കൊടുത്ത്, നീയും സഞ്ജു കൂടെ നിൽക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്ത്, അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. കൊടുക്കാം. അത് എത്ര വർഷം മുമ്പായിരുന്നടാ? ശരി, ഞാൻ കൊടുക്കാം. സഞ്ജു, ഞാൻ ഫോട്ടോ കാണിച്ചല്ലേ, ശരത്ത് എന്ന് പറയാം. എവിടെയാണ് ഇപ്പൊ? കൊല്ലത്തുണ്ടല്ലേ. നമ്മുടെ അനീഷ് ഭായ് ഇപ്പം പറഞ്ഞു, ശരത് ഭായ് ഇപ്പൊ വിളിക്കാറുണ്ട്. നമ്മളൊരു ഇന്റർവ്യൂവിന് ഇരിക്കുന്നു ഇവിടെ എറണാകുളത്ത്. അതെ